പാബ്ലോ എസ്കോബാർ. കേട്ടിട്ടുണ്ടാവും പാബ്ലോ എസ്കോബാറിനെ കുറിച്ച്. ലോകം മുഴുവൻ ഒരു കാലഘട്ടത്തിൽ കൈപ്പിടിയിൽ ഒതുക്കിയ ദ റിയൽ ലോഡ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് മാഫിയ. എന്നാൽ അങ്ങനെ ഒരു റിയൽ നാർക്കോട്ടിക് ഡോണ് നമുക്ക് പെർഫ്യൂമിലുണ്ട്. നമുക്ക് പരിചയപ്പെടാം. നസമറ്റോ ബ്ലാക്ക് അഫ്ഗാനോ ഇവരാണ് നാർക്കോട്ടിക്സ് ഡോൺ. എനിക്ക് കിട്ടിയൊരറിവാണ്, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ഒരു കോൺസ്പിറസിയാണ്. ഒരു സമയത്ത് ഈ ഒരു പെർഫ്യൂം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വിലക്കുള്ളൊരു പെർഫ്യൂമായിരുന്നു. അങ്ങനെ വെറുതെ അങ്ങ് ബാൻ ചെയ്തതൊന്നുമല്ല കേട്ടോ, അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട്. ആക്ച്വലി ഈ ഒരു പെർഫ്യൂം പ്രസിദ്ധിയേക്കാൾ കൂടുതൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു പെർഫ്യൂമാണെന്ന് തന്നെ പറയാം. ബിക്കോസ് ഈ ഒരു പെർഫ്യൂമിൽ അടങ്ങിയിട്ടുള്ള അതിൻ്റെ കണ്ടൻറ്റ് അത് തന്നെ ആയിരുന്നു ഈ ഒരു പെർഫ്യൂമിലുള്ള ഏറ്റവും വലിയൊരു വില്ലനായിട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെർഫ്യൂമിൽ അഡിക്റ്റീവ് സ്വഭാവമുള്ള ഹഷീഷിൻ്റെയും കന്നബീസിൻ്റെയും ഒക്കെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പിന്നീട് മിഡിൽ ഈസ്റ്റ് പോലുള്ള മേഖലകളിൽ ഈ ഒരു പെർഫ്യൂമിന് നിയന്ത്രണം വന്നപ്പോൾ അത്തരം കണ്ടന്റുകൾ അവർ അതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കി. പിന്നീട് അവയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള അതിൻ്റെ നോട്ട്സ് മാത്രം അതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് എൻ്റെ പരിമിതമായ അന്വേഷണത്തിൽ എനിക്കറിയാൻ സാധിച്ചത്. എനിവേ ഫ്രാഗ്രറ്റിക്കയിലും അതുപോലെ ഈ പെർഫ്യൂമിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ള നോട്ട്സിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോഴും ഈ പെർഫ്യൂമിനകത്ത് ഹഷീഷിൻ്റെയും കന്നബീസിൻ്റെയും ഒക്കെ കണ്ടന്റ് ഇപ്പോഴും അത് മോളിക്യൂൾസ് ഇപ്പോഴും അതിലുണ്ടെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇത്തരം നോട്ട്സും ഇത്തരം ഫ്രാഗ്രൻസും നമുക്ക് മുൻപരിചയമില്ലാത്തതുകൊണ്ട് അത്തരം ആ ഒരു നോട്ട്സ് നമുക്ക് അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിൽ കൂടിയും ഈ ഒരു പെർഫ്യൂം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ആ സ്മോക്കിനെസ് ഫീലിംഗ്, ആ സ്വീറ്റ്നെസ് ഫീലിംഗ് വിത്ത് സം വുഡി ഫ്രാഗ്രൻസ്, അത് നമ്മളെ മൈൻഡിനെ വളരെയധികം അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരം അപ്ലിഫ്റ്റ് ഫീലിങ്ങോ അതല്ലെങ്കിൽ ഒരു മൂഡ് ചേഞ്ചിങ്ങോ ഒക്കെ ആയിരിക്കും ഇത്തരം ആളുകൾക്ക് അത്തരം കന്നബീസ് ഹഷീഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത്. എനിവേ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു അത്യാവശ്യം നല്ലൊരു പ്രൈസ് വരുന്ന ഒരു നീഷ് പെർഫ്യൂം തന്നെയാണ് കേട്ടോ. ആക്ച്വലി ഒരു 30 ml ബോട്ടിൽസിലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം ഒരു 400 to 600 പ്രൈസ് വരെ ലോക്കൽ മാർക്കറ്റുകളിൽ UAE പ്രൈസ് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസും പ്രൊജക്ഷനും ഉണ്ടല്ലോ, ആ ഒരു പ്രൈസിനെ വെല്ലുന്ന പെർഫോമൻസും പ്രൊജക്ഷനും ഈ ഒരു പെർഫ്യൂമിനുണ്ട് കേട്ടോ. മറ്റുള്ള നീഷ് ഡിസൈനർ പെർഫ്യൂംസ് അതിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് 5 to 7 സ്പ്രൈസ് വരെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ ഇത് ജസ്റ്റ് 1 to 3 സ്പ്രൈസിൽ നമുക്കിതിൻ്റെ മാക്സിമം പ്രൊജക്ഷനും പെർഫോമൻസും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് സന്ധിക്കും വരെ വണക്കം. ചാനൽ ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യണേ.